ഇന്ന് നമുക്ക് പച്ചക്കറിയൊക്കെ ഒന്ന് പറിച്ചെടുക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നല്ല മഴയായിരുന്നു. മഴയായതുകൊണ്ട് കുറേ അധികം പച്ചക്കറി നട്ടു. തക്കാളി, മുളക്, പയർ, പാവൽ അങ്ങനെ കുറേ അധികം നട്ടു. എന്നാൽ അതൊന്നും ശരിയായില്ല. ശരിയാകാതെ കുറേയൊക്കെ ഉണ്ടായെങ്കിലും അത് മഴ കാരണം അത് മൊത്തം ചീഞ്ഞു പോയത്. കണ്ടോ, നമ്മുടെ പയറാണ് കേട്ടോ. പയറിട്ടിട്ട് പയർ നിറച്ചും പൂവായിരുന്നു. പൂവുണ്ടായി എന്നാൽ ആ പയറൊന്നും ശരിക്ക് കായ്ക്കാതെ ഇത് കണ്ടോ പൂക്കളൊക്കെ നിൽക്കുന്നത് അതെല്ലാം കൊഴിഞ്ഞു പോകുമായിരുന്നു. അതിൽ കുറച്ച് പയറൊക്കെ മാത്രം ഉണ്ടായി. കുറച്ച് പയറൊക്കെ മൂത്ത് കേട്ടോ. അന്നത്തെ ദിവസം അതൊന്ന് പറിച്ചെടുക്കാമെന്ന് ഓർത്തോണ്ടാണ്. പറിച്ച് നമുക്ക് ഇന്നത്തെ കറിക്ക് വേണ്ടിയാണ്. അതൊന്ന് നമുക്ക് പറിക്കാം. ഇതുപോലെയുള്ള എൻ്റെ വീഡിയോസ് ഇഷ്ടമാണ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം. നമുക്കിത് പറിച്ചെടുത്തിട്ട് വരാം. ഇതോടൊപ്പം തന്നെ തക്കാളിയൊക്കെ നട്ടു. തക്കാളിയൊക്കെ കായ ഉണ്ടായിരുന്നു. കായ ഉണ്ടായിട്ട് അതെല്ലാം കൊഴിഞ്ഞു പോയിട്ട് തക്കാളിയൊക്കെ മഴ കാരണം വെള്ളം കൂടുതൽ കാരണം ചീഞ്ഞു പോയി. ഇത് പയറിനാണെങ്കിലും ഭയങ്കരമായിട്ട് ഇല കീറിയിട്ട് ഒത്തിരി ഒന്നും കായൊന്നും ഉണ്ടായില്ല. കുറച്ച് കാ മാത്രമേ ഉണ്ടായുള്ളൂ. ഇത് കണ്ട് ഇത്രയും പയറാണ് ഇതിൽ നിന്ന് കിട്ടി. എന്നാൽ തന്നെ ഒരു കിലോ പയറിനടുത്ത് ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. ഈ പയർ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ അധികം വളമൊക്കെ ചേർത്ത് മരുന്നൊക്കെ അടിച്ച് വരുന്നതാണ്. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് വളമൊന്നും ചേർക്കാതെയാണ്. ഇത് കണ്ട് എന്തൊക്കെയോ പ്രാണികളൊക്കെ കുത്തിയിട്ടുണ്ട് പയറിൽ ചിലതേലൊക്കെ. നമ്മൾ മരുന്നടിക്കാത്തത് കൊണ്ടാണ്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.